ഇപ്പോൾ നമ്മൾ കുറേ അധികം കാലമായിട്ട് ഒരു റിപ്പോർട്ടറായിട്ട് ജീവിച്ച ഒരു മനുഷ്യൻ ഇതിൻ്റെ ഇടയിലുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ ചെറിയ ചെറിയ ഒരു ട്രാൻസ്ഫോർമേഷൻ, ചില പരിണാമത്തിലൂടെ 24-ൽ പെട്ടെന്നൊരു ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അവതാരകനായിട്ട് മാറി. ആ മനുഷ്യനാണ് ഈ നിൽക്കുന്നത്, എസ് വിജയകുമാർ. നമ്മുടെ സന്തോഷവും ആദരവും ഒക്കെ നമുക്ക് ഉണ്ട്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിജയൻ റിപ്പോർട്ട് ലീഡറെ കൊണ്ടൊക്കെ ചീത്ത പറയിച്ചു, അങ്ങനെ പല റിപ്പോർട്ടുകളുമൊക്കെ കാര്യങ്ങൾ നടക്കുമ്പോഴാണ് ഒരു അവതാരകൻ്റെ മേലങ്കി മുകളിൽ വന്ന് വീണത്, അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങളെ നമ്മളൊരു ക്ലിപ്പ് കാണിച്ചു തരാം. ഈ അവതാരകൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ റിപ്പോർട്ടർ എങ്ങനെ സ്ലോവിൽ ഒരു ടെലിവിഷൻ അവതാരകൻ്റെ കാഴ്ചപ്പാടിലേക്ക് മാറുന്നത്. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ചേഞ്ച് കേട്ടോ. ഓക്കെ റെഡി, ലുക്ക് അറ്റ് ദ വീഡിയോ. ആരവത്തിലേക്ക്, ആവേശത്തിലേക്ക് പോവുകയാണ്. രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. കേരളത്തിലെ ഓണാഘോഷ ചടങ്ങുകൾക്ക് ഔദ്യോഗികമായി തുടക്കം കുറിച്ചു. പുന്നമടയുടെ കായൽ പരപ്പിന് തീപിടിക്കുന്നത് അല്പസമയത്തിനകം കാണും. അക്ഷരാർത്ഥത്തിൽ ലോക ഫുട്ബോൾ ഒരു കായിക ചരിത്രത്തിലെ ചുറ്റുപാടും എന്നുള്ള ആവേശം നമ്മളെ കൂടി വെള്ളത്തിൽ ചാടാനോ ആർപ്പ് വിളിക്കാനോ ഒക്കെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അയോധ്യയിലെ രാമക്ഷേത്രം ഇന്നലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ഇന്നാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല. ഞാനും കഴിച്ചിട്ടില്ലല്ലോ. അപ്പൊ വിജയകുമാർ, ഈ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് മനസ്സിലാകുന്നു. അതായത് ഒരു റിപ്പോർട്ടറിന്റെ എളിമയിൽ നിന്ന് ഒരു അവതാരകന്റെ തെളിമയിലേക്കുള്ള വഴിമാറ്റം. ചില്ലറ കാര്യമല്ല കേട്ടോ. വിജയകുമാർ, ഈ ഒരു മാറ്റത്തെ എങ്ങനെ കാണുന്നു? അത് ഓരോ സമയത്തും നമ്മളോട് എന്താ ആവശ്യപ്പെടുന്നു അതനുസരിച്ച് നമ്മൾ റിയാക്ട് ചെയ്യുക. നാളെ തലകുത്തിക്കാൻ പറഞ്ഞാൽ നിൽക്കൂ? തലകുത്തി നിൽക്കാൻ 2 ദിവസം സമയം തന്നാൽ ഞാൻ പഠിക്കാം. ഒരു വിജയകുമാർ, ഞാൻ ചോദിക്കാനുള്ളത്, അതായത് വിജയകുമാർ ഇപ്പം കുറേശ്ശെയാണെങ്കിലും ഒരു അവതാരകന്റെ ജീവിതം ഇഷ്ടപ്പെട്ടു തുടങ്ങി. PP ജെയിംസിന്റെ കാൽപ്പനിക ഭാവം ഇല്ലാതെ തന്നെ അതൊക്കെയുണ്ട്. പ്രേമിച്ച് കല്യാണം കഴിച്ച ആളാണ്. അതും വേറെ സംഗതി. വിജയകുമാറിന്റെ വിവാഹം പ്രണയാധീഷ്ഠിതമായിരുന്നു. അതൊരു സ്റ്റോറി ഉണ്ട്. അതായത് അന്ന് ഇന്ത്യ വിഷയിൽ വർക്ക് ചെയ്യുന്നു അല്ലേ, ആ സമയത്ത് വിജയേട്ടന്റെ റിപ്പോർട്ടിംഗ് കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടു അല്ലേ. അങ്ങനെ ഈ ഭൂമണ്ഡലത്തിൽ ഒരാളെ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ എന്നെ സംശയം. അത് പറയാ വിജയേട്ടാ, മനസ്സിലാത്തൊരു കാര്യം, ആ കുട്ടിക്ക് ഇത് എന്ത് പറ്റി? ഇതൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വിജയന്റെ ഈ ചേഞ്ച്, ഈ പരിണാമം ഉണ്ടല്ലോ, ഈ മാറ്റം, അത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ ഞാനാണ്. കാരണം എനിക്കാണെങ്കിൽ ഫലിതോക്തിയിൽ ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ചില ആൾക്കാരെ തേടി നടക്കുമ്പോഴാണ് പെട്ടെന്ന് മാനത്ത് പൊട്ടി വീണ ഒരു നക്ഷത്രം 24-ൽ ഉദിക്കുന്നു. അപ്പോൾ ആഷ്മിയും കിട്ടി അല്ലേ? അപ്പോൾ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഈ പ്രത്യേകിച്ച് വിജയൻ പൊതുവെ ഒരു വിജയകുമാർ ഒരു സീരിയസ് ആയ മനുഷ്യനാണ്. അങ്ങനായിരുന്നു. പിന്നെ എപ്പോഴാണ് കൈവശം വന്നത്? അതിപ്പം നമ്മള് 2018 തൊട്ട് 2018-ന്റെ അവസാന പാദത്തോടെ അത് പൊളിഞ്ഞു. നല്ല പൊളിഞ്ഞു. മാത്രമല്ല അവിടെ കായലിൽ വളരെ വേഗത്തിൽ പാഞ്ഞു പോകുന്ന മിന്നൽ വള്ളങ്ങളെ കാണുമ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നൊക്കെ പറയാനുള്ള ഒരു സാങ്കത്യം ചെറിയ കാര്യമല്ല. അതിന്റെ തുടക്കം എടുക്കാൻ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ വിജയകുമാറിന്റെ ജീവിത ലക്ഷ്യം എന്തായിരുന്നു? കല്യാണം കഴിക്കായിരുന്നു? അല്ലല്ല, നമുക്ക് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. ഇങ്ങനെ അല്ല, ഈ ചേഞ്ച് വിജയൻ ഇഷ്ടപ്പെട്ട് വന്ന അറിയാതെ ചേഞ്ച് ആയി പോയതാണോ? ഈ നമ്മള് ഇപ്പൊ ചെയ്യുന്നതാണോ? അത് സംഭവിച്ചു പോയതാ. നമ്മള് ഈ നമ്മൾ ഇലക്ഷൻ ആണല്ലോ നമ്മളെ ബ്രാൻഡ് ചെയ്ത് ആ മട്ടില്. ആ സമയത്ത് എസ്കെൻ അവിടുന്ന് എന്നോട് ചോദിക്കുന്നതിന് ഞാൻ അതേ നാണയത്തിൽ തിരിച്ചു പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് എനിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് അതല്ല. മാത്രമല്ല വിജയകുമാർ, ഞാൻ ഏറ്റവും ആഷ്മി വിജയനെ കുറിച്ച് ഓർമ്മിക്കുമ്പോഴേ പെട്ടെന്ന് ചില ശകലങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുമല്ലോ. അത് ശകലമായിട്ട് വന്നൊരു സാധനമാണ്. അതായത് ഇന്നസെൻ്റ് ഏട്ടൻ്റെ എനിക്കൊന്ന് സംസ്കാര ചടങ്ങിൽ അന്ത്യഘട്ടമായപ്പോൾ പ്രേക്ഷകരൊക്കെ വല്ലാത്ത മാനസികാവസ്ഥയിൽ ശ്വാസം മുട്ടൽ ഇരുന്നപ്പോൾ വിജയൻ്റെ ചില ഒരു അവതരണം ഉണ്ടായിരുന്നു. ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് അത് കേൾക്കായിരുന്നു. വിജയൻ്റെ നല്ല അനർഗളധാരയായിരുന്നു. ഇത്രയൊക്കെ മലയാളം കയ്യിലുണ്ടോ എന്ന് പോലും ഞാൻ സംശയിച്ചു പോയി. അതൊരു വിജയൻ്റെ ഒരു അൺയൂഷ്വൽ ഒരു പ്രകടനമായിരുന്നു. എന്ന് വെച്ചാൽ ഒരുപക്ഷെ ഇന്നസെൻ്റ് ഏട്ടൻ്റെ നിര്യാണം ഒരു അവതാരകൽ ഉണ്ടാക്കുന്ന ദുഃഖം മുഴുവൻ ആവാഹിച്ച് വിജയകുമാർ അവിടെ ജനങ്ങളെ സ്തബ്ധരാക്കി. നമ്മൾ ഇന്നസെന്റിനെ കാണാത്ത സത്യത്തിൽ ഒരു ദിവസം ഉണ്ടാവില്ല, ഒരു TV കാണുന്ന ഒരാൾക്കല്ലേ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാണ്. അങ്ങനെ കുറെ ആളുകളുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരാള് നമ്മുടെ അടുത്തുനിന്ന് പോകുന്നതിന്റെ ഒരു വിഷമം. അപ്പൊ വെൽ ഡൺ മിസ്റ്റർ വിജയകുമാർ. അപ്പൊ എല്ലാവരോടും ഒരു കൈയടി കൊടുക്കാം വിജയകുമാറിന്. കാര്യം താങ്ക് യു. അപ്പൊ വിജയകുമാർ, ഇനി നമുക്ക് മാത്രമല്ല ഇന്നും വിജയനെ കുറിച്ച് ഭാര്യയ്ക്കൊരു അഭിമാനം തോന്നുന്നു. വീട്ടിൽ ചെന്ന് നോക്കുക. അല്ല അതല്ല, ഒരു മാത്രമല്ല PP-ക്ക് ഒരു കാര്യം അറിയാമല്ലോ, നമുക്ക് നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ എന്ത് വില വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ നമ്മൾ ഈ നമ്മുടെ വാർഡിൽ പോയി ഇലക്ഷൻ എന്നാ തോറ്റു പോകും. കാര്യം നമ്മളെ നന്നായിട്ട് അവർ എന്ന് പറയുന്നില്ല വീട്ടിലും.
ഓക്കെ ഇനി ഇത്രയും പറഞ്ഞിട്ട് അതായത് നമ്മളെ ഒരു മലയുടെ മേളിലോട്ട് കേട്ടിട്ട് ഒരൊറ്റ തള്ള ഇറങ്ങി പോടാ ഞാൻ മട്ടിലായിക്കോട്ടെ